ഗൗതം തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജെ സായി ദീപകിൻ്റെ അഭിമുഖം ജനൻ ടി വി സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ ഏറെ ശ്രദ്ധേയമായത് ഒരുപക്ഷെ കേരളത്തിൽ ഇനിയും കാര്യമായ ചർച്ചയാവാത്ത ഒരു പോയിന്റ് അദ്ദേഹം റേസ് ചെയ്യുന്നത്, അതിലേക്കാണ് ഇപ്പോൾ ഗൗതം പറഞ്ഞുകൊണ്ട് വന്നത്. അതായത് ഡീകോളനൈസേഷൻ എന്നുള്ളൊരു തിയറിയുമായിട്ടാണ് സായി ദീപക് എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നാം 75ഓളം വർഷം അല്ലെങ്കിൽ ഇപ്പോൾ 78ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആഘോഷിച്ചത് എന്ന് പറയുന്നത് കേവലം ബ്രിട്ടീഷുകാർ തന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്തിൽ നിന്നായിരുന്നു? സ്വാതന്ത്ര്യം അടിമത്തത്തിൽ നിന്നായിരുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യം വിദേശ ആധിപത്യത്തിൽ നിന്നായിരുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യം വിദേശ വിധേയത്വത്തിൽ നിന്നായിരുന്നുവെങ്കിൽ, ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതോടുകൂടി, അതല്ലെങ്കിൽ ഭാരതീയരായ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ വന്നതോടുകൂടി അത് ലഭിച്ചു എന്നുള്ളൊരു ധാരണയും വലിയ ആഘോഷവും നാം നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ എന്താണ്? അടുത്ത കാലത്ത് അതിൽ ഭേദഗതി ചെയ്യുന്നത് വരെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? എന്തിനെ മാതൃകയാക്കിയിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ഭാഷ, സംസ്കാരം, വേഷവിധാനങ്ങളിൽ ആധുനികം എന്ന് നാം കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത്, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള, അതായത് സാംസ്കാരികമായി, സാമ്പത്തികമായി, ഭരണഘടന എന്നിനെ മാതൃകയാക്കിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് രീതി, തെരഞ്ഞെടുപ്പ് സംവിധാനം, അവിടെ ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും, ഇവിടെ ലോക്സഭയും രാജ്യസഭയും, ഇവിടത്തെ ഉപരി സഭ എന്ന് തന്നെ പറയുന്നു രാജ്യസഭയെ. അങ്ങനെ ഒരുപക്ഷെ പ്രഭുക്കന്മാർ ഇല്ല എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സംവിധാനത്തിൻ്റെ ശേഷിപ്പുകൾ അറിഞ്ഞോ അറിയാതെയോ അടിച്ചേൽപ്പിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടുപോയത്. എന്ന് മാത്രമല്ല, ഭാരതമെന്ന സങ്കല്പത്തെ തന്നെ വെട്ടിമുറിച്ച് പലതാക്കി മാറ്റിയിട്ട് ഭാരതം എന്തായിരുന്നുവെന്ന് നമുക്കൊക്കെ വായിച്ചും കേട്ടും അറിയാവുന്ന ഭാരതത്തെ നാലുപാട് നിന്നും വലിച്ചു കീറി പല രാജ്യങ്ങളാക്കിയിട്ട് ഏറ്റവും ഒടുവിൽ വേദനയുടെയും ജീവന്റെയും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുടെയും വേദന സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനെയും രണ്ടാക്കുന്നു. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചൊല്ലി ഇന്ന് വളരെ തുറന്ന ചർച്ച നടക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി ജവഹർലാൽ നെഹ്റു വാശി പിടിക്കുന്നു. ഇതിനിടയിൽ ഒത്തുതീർപ്പുമായി ഗാന്ധി വരുന്നു. MK ഗാന്ധി എന്ന, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി വരുന്നു. ഒത്തുതീർപ്പായി രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ജിന്നയ്ക്കും ഒന്ന് നെഹ്റുവിനും. അതുപോലും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് എത്രയോ വ്യതിചലിച്ചു പോയിട്ടാണ് ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. ഒടുവിൽ ആ പാകിസ്ഥാൻ ആവട്ടെ വീണ്ടും ഈ കിഴക്കൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ പഴയ കിഴക്കൻ ബംഗാളിനെ പാകിസ്ഥാൻ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ ഭാരതം തന്നെ ഇടപെട്ട് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നു, ബംഗ്ലാദേശ് രൂപവൽക്കരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതേ ബംഗ്ലാദേശ് ഭാരതത്തിന് തലവേദനയാകുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ ഗൗതമിലേക്ക് ഒരിക്കൽ പോകുമ്പോൾ ഗൗതം നേരത്തെ പറഞ്ഞു വന്നത് ഭാരതീയമായ സംസ്കാരം, ഭാരതീയമായ സംവിധാനങ്ങൾ, ഭാരതീയമായ ചിന്ത, അങ്ങനെ ഈ കോളനിവൽക്കരണം എന്നുള്ളത് പൂർണ്ണമായും തുടച്ചു നീക്കിയുള്ള ഒരു യാത്ര, അതിനുള്ള തുടക്കം കൂടി ആവുകയല്ലേ ഗൗതം ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും വികസിത ഭാരതം അറ്റ് 2047 എന്നുള്ള തീമും? പ്രദീപ് പിള്ള, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് കോളനിവൽക്കരണം, അതല്ലെങ്കിൽ ഈ അധിനിവേശ ശക്തികളുടെ പിന്മുറക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അത്തരം പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തന്നെ നീക്കുക, അതായത് ഡീകോളനൈസേഷൻ എന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വികസിത ഭാരത് 2047 എന്ന പ്രമേയം ഇന്നിപ്പോൾ 78ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്നത് ഒരു രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യം എന്നതാണ്. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് അവരിവിടെ വന്നതിന് ശേഷം അവർ നിർമ്മിച്ചെടുത്ത ഒരു രാജ്യമാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉയർത്തിക്കാണിക്കുന്ന ചരിത്രം അതിനെ മുന്നോട്ട് വെച്ച് വാദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്ന രാജ്യം. മറ്റൊന്ന്, ഇടത് ബുദ്ധിജീവികളും അതോടൊപ്പം തന്നെ
ഈ തീവ്ര ലെഫ്റ്റിസ്റ്റ് സംഘടനകളും ഒക്കെ വാദിക്കുന്നത് നമുക്കറിയാം. 1947 വിഭജനത്തിന് ശേഷം രൂപപ്പെട്ട പുതിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതാണ് അവരുടെ വാദം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാദഗതികളെയാണ് നാം കൃത്യമായി തന്നെ തള്ളിക്കളയുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാർ പറയുന്ന അവർ വന്നതിന് ശേഷം രൂപപ്പെടുത്തിയ രാഷ്ട്രമെന്നത്. മറ്റൊന്ന്, വിഭജനത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ നടന്ന 47 വിഭജനത്തിന് ശേഷം രൂപപ്പെട്ട രാഷ്ട്രം എന്ന കമ്മ്യൂണിസ്റ്റ് വാദഗതികൾ. അതിനും അപ്പുറത്തേക്ക്, അതായത് ഭാരതം എന്ന് പറയുന്നത് ഏറ്റവും പ്രാചീനമായ രാജ്യമായിരുന്നുവെന്നും ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ശക്തിയായിരുന്നു ഈ ദേശമെന്നും മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ അതിനെ കൃത്യമായി തന്നെ പുതുതലമുറയിലേക്ക് എത്തിച്ച് ഈ നാടിൻ്റെ മുൻകാല വൈഭവം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ ആധുനിക കാലത്തെ എല്ലാ പുരോഗതികളും അത് കൃത്യമായി തന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് വേണം 2047 വികസിത ഭാരതം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ജഗദ്ഗുരു സ്ഥാനം അലങ്കരിക്കുന്ന ആ രാഷ്ട്രസങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരം വൈഭവത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങേണ്ടത് എന്ന കൃത്യമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 15 അദ്ദേഹം ചെങ്കോട്ടയിൽ നിന്ന് സംസാരിക്കുമ്പോഴും അമൃത കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച്, അതായത് വരുന്ന 25 വർഷക്കാലം നാം ഓരോരുത്തരും ഒരു വ്യക്തി എന്ന നിലയിലും അല്ലെങ്കിൽ സംഘടനകൾ എന്ന നിലയിൽ സമൂഹം എന്ന നിലയിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ശ്രദ്ധേയം എന്നത് ഈ 2024 എത്തുമ്പോൾ അടുത്ത സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും കൃത്യമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നത് 2047 എന്ന ആ ഒരു ടാർഗറ്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അതിനാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സന്ദേശത്തിൽ, ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ കൃത്യമായി തന്നെ എന്താണ് വികസിത ഭാരതം 2047 എന്നതിലൂടെ നാം ലക്ഷ്യമെടുത്തത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകും. ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോളനി വാഴ്ചയുടെ ബാക്കി പത്രമായിട്ടുള്ളതെല്ലാം മാഞ്ഞു പോകേണ്ടത് അനിവാര്യമാണ് എന്ന കൃത്യമായ സന്ദേശമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് സ്കൂളുകളിൽ, നമ്മൾ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സ്കൂളുകളിൽ വരുന്ന മാറ്റം ഉൾപ്പെടെ, അതല്ലെങ്കിൽ NET പോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പോലെയുള്ള തീരുമാനങ്ങൾ, കാരണം ഏറ്റവും കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളിലൊന്നാണ്. ഏറ്റവും പ്രധാനം എന്നത് ബ്രിട്ടീഷുകാർ ഈ നാട് വിട്ട് പോകുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ കവർന്നെടുത്തുകൊണ്ടാണ് അവരിവിടുന്ന് പോയത്. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ നമുക്കറിയാം, ഭാരതം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അതിന് ഒരു പ്രൗഢമായ ഭൂതകാലം ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലുമുള്ള പുരോഗതി ഇല്ലാത്ത, മനുഷ്യൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിരുന്ന ഒരു ദേശമാണ് നമ്മുടേത് എന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികൾ ഇവിടെ രൂപപ്പെടുത്തി. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാല ഏതാണ് എന്ന ചോദ്യത്തിന് വിദേശികൾക്കും സ്വദേശികൾക്കും എല്ലാം പറയാൻ സാധിക്കുന്നത് അത് നളന്ദയും തക്ഷശിലയും വിക്രമശിലയും ഒക്കെയാണ്. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ നമ്മുടെ കൊച്ചുകുട്ടികളെ തക്ഷശിലയെപ്പറ്റിയോ നളന്ദയെപ്പറ്റിയോ വിക്രമശിലയെപ്പറ്റിയോ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ രാഷ്ട്രത്തിലേക്ക് വിദ്യാഭ്യാസം തേടി, അറിവ് തേടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തക്ഷശിലയിലേക്കും അതോടൊപ്പം തന്നെ നളന്ദയിലേക്കും ഒക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. പിന്നീട് അധിനിവേശ ശക്തികൾ നമ്മുടെ ആ അറിവിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അധിനിവേശ ശക്തികൾ പിന്നീട് ഈ സർവകലാശാലകൾ ചുട്ടരിക്കുകയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഈ കടന്നു വന്ന അധിനിവേശ ശക്തികൾ, അത് ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള വെള്ളക്കാരാണെങ്കിലും ശരി, അവരെല്ലാം ഏറ്റവും പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് 2 കാര്യങ്ങളെയാണ്. ഒന്ന്, ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള, അറിവുമായി ബന്ധപ്പെട്ടുള്ള ജ്ഞാന കേന്ദ്രങ്ങളെ തകർക്കുക. അതിനാലാണ് അവർ സർവകലാശാലകൾ തീയിട്ട് നശിപ്പിച്ച് അവിടുത്തെ ഗ്രന്ഥങ്ങൾ മുഴുവൻ, അതായത് നളന്ദയെ പറ്റിയൊക്കെ പറയുന്നത് അവിടുത്തെ പുസ്തകം കത്തിത്തീരാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു, മാസങ്ങൾ വേണ്ടി വന്നു എന്നാണ്. അത്രത്തോളം ലോകത്തിലെ ഏത് വിഷയങ്ങളെ പറ്റിയുമുള്ള കൃത്യമായ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ആ സർവകലാശാലകളിൽ ഉണ്ടായിരുന്നു. അവിടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് നിന്ന് പഠിച്ചിരുന്ന, അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന ആധുനിക സർവകലാശാലയിലൊക്കെ പോയി നിന്ന് പഠിക്കുന്ന രീതിയിലുള്ള സമ്പ്രദായം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമൊക്കെ ഈ പറയുന്ന നളന്ദയിലും അതോടൊപ്പം തന്നെ തക്ഷശിലയിലും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം സർവകലാശാലകൾ ഈ അധിനിവേശ ശക്തികൾ തകർത്തതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ലോകത്തിന് ഭാരതം നൽകിയിരുന്ന അറിവ് അത് പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാകണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെ സർവകലാശാലകളെയും നമ്മുടെ അറിവിനെയും കൃത്യമായി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ഇതേ ശക്തികൾ പിന്നീട് ചെയ്തത് മഹാക്ഷേത്രങ്ങൾ തകർക്കുകയായിരുന്നു. കാരണം ആധ്യാത്മികതയാണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആധ്യാത്മികതയിലൂടെ
മനുഷ്യൻ മുന്നോട്ട് നീങ്ങണമെന്നും എങ്കിൽ മാത്രമേ മോക്ഷപ്രാപ്തി നേടൂ എന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ സനാതനധർമ്മം മുന്നോട്ട് വെച്ചു. അതിനാൽ 7-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ രാജ്യത്തേക്ക് വിവിധ രൂപത്തിലും വിവിധ ഭാവത്തിലും കടന്നു വന്ന അധിനിവേശ ശക്തികൾ മഹത്തായ ക്ഷേത്രങ്ങൾ തകർത്തു. നമുക്കറിയാം, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമാണെങ്കിലും അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രമാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചു വീണ മധുരയാണെങ്കിലും അങ്ങനെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ, സനാതനധർമ്മത്തിൻ്റെ കരുത്തായി നിന്ന ഹിന്ദു സാംസ്കാരിക കേന്ദ്രങ്ങൾ ഓരോന്നായി ഈ അധിനിവേശ ശക്തികൾ തകർക്കുന്ന ഒരു കാഴ്ച കാണാം. അങ്ങനെ ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭാവനകൾ, ഒന്ന് ആധ്യാത്മികതയിൽ ഊന്നിയുള്ള മനുഷ്യജന്മം, അത് കൃത്യമായി ആധ്യാത്മികമായി തന്നെ മുന്നോട്ട് പോയി അങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണമെന്ന് ലോകത്തിന് കാണിച്ചു നൽകിയ സനാതനധർമ്മത്തിൻ്റെ കേന്ദ്രങ്ങൾ, അത് മഹാക്ഷേത്രങ്ങളും ആശ്രമങ്ങളുമാണ്. അതിനെ അധിനിവേശ ശക്തികൾ തകർത്തെറിഞ്ഞു. അതോടൊപ്പം തന്നെ ലോകത്തിന് നാം നൽകിയ അറിവ് അത് കൃത്യമായി നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സർവകലാശാലകളും നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും തകർത്തു. അപ്പോൾ ഇതിനെയെല്ലാം പുനർജീവിപ്പിക്കേണ്ട കാലഘട്ടമാണ് അമൃത കാലഘട്ടം എന്ന സന്ദേശമാണ് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നൽകുന്നത്. വരുന്ന 23 വർഷക്കാലം ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ പൂർവ്വകാല വൈഭവം അതിനെ തിരിച്ചു കൊണ്ടുവന്ന് 2047 എത്തുമ്പോൾ ഈ രാഷ്ട്രത്തെ പരം വൈഭവത്തിലേക്ക് എത്തിക്കണം എന്ന കൃത്യമായ ലക്ഷ്യം ഇവിടുത്തെ ഓരോ വ്യക്തിക്കും നൽകുന്ന സന്ദേശമാണ് ഈ നാടിൻ്റെ പ്രധാന സേവകൻ നൽകാൻ പോകുന്നത്. എന്തായാലും മുഴുവൻ കണ്ണുകളും മുഴുവൻ കാതോർക്കുന്നതും ഇനിയും പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിന് വേണ്ടിയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ചെങ്കോട്ടയിലെത്തും. അതിനുശേഷം അവിടെ നിന്നും ചടങ്ങുകൾ ഓരോന്നായി ആരംഭിക്കും.